ശ്രീ ജോർജ് പൊടിപാറ, ഇന്നത്തെ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിൽ നിന്നും അങ്ങയുടെ മനസ്സിലാക്കൽ എന്താണ്? ഞങ്ങളുള്ള ഇടത്താണ് ഭരണമുണ്ടാവുക എന്ന് പറയുന്നതിനെ ഭരണം ഉണ്ടാകാനിടയിലിടത്തേക്ക് പോകും എന്നാണോ വ്യാഖ്യാനിക്കേണ്ടത്? ഞങ്ങളിപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് പറയുന്നു. ഇടതുപക്ഷം മൂന്നാമതും ഭരണത്തിൽ വരുമെന്നും ഞങ്ങൾ എല്ലാ കാലത്തും ഇവർക്കൊപ്പമാണ് എന്നുമുള്ള വാചകങ്ങളൊന്നും ആ പ്രതികരണത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ശരിക്കും ആ കേരള കോൺഗ്രസിൻ്റെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവർ കാലാകാലങ്ങളിൽ എടുക്കുന്ന നിലപാടുകളെ വിശകലനം ചെയ്യുമ്പോൾ ശരിക്കും ഒരു പാഠഭേദമാകാം. സ്മൃതി പറഞ്ഞ പോലെ തന്നെ എവിടെ കേരള കോൺഗ്രസ് എം ഉണ്ടോ അവിടെ ഭരണമുണ്ട് എന്ന് പറയുന്നതിന് പകരം എവിടെ ഭരണമുണ്ടോ അവിടെ കേരള കോൺഗ്രസ് എം ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആകത്തുകയിൽ ഇന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയത് ഞങ്ങൾ തൽക്കാലം ഇടതുമുന്നണി വിടുന്ന കാര്യം ചിന്തിച്ചിട്ടില്ല, ഇപ്പോൾ ഇടതുമുന്നണിക്കൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്പഷ്ടത വരുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയും വ്യാഖ്യാനങ്ങൾക്ക് വക ഉണ്ടാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾക്കുള്ള സ്പേസ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ വാചകം പറഞ്ഞു എവിടെ കേരള കോൺഗ്രസ് എം ഉണ്ടോ അവിടെ അധികാരമുണ്ട് അല്ലെങ്കിൽ ഭരണമുണ്ടെന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലാണ്, അതുകൊണ്ട് ഈ മൂന്നാം ഊഴത്തിലും ഇടതുമുന്നണി അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം പറയുന്നില്ല. അങ്ങനെ ഇടതുമുന്നണി അധികാരത്തിൽ വരും എന്ന് തറപ്പിച്ച് പറയാൻ, ഖണ്ഡിതമായിട്ട് പറയാനുള്ള ഒരു ഇത് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ അത് ഒരു വശത്ത്. സത്യത്തിൽ താങ്കൾ ആദ്യം നിരീക്ഷിച്ചതാണ്, സ്മൃതി പറഞ്ഞ ഒരു പോയിൻ്റാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും അതിനുശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലവും ഇതിനിടയിൽ നടന്ന ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലവുമൊക്കെ എപ്പോഴും അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഭരണത്തിലെ പ്രാതിനിധ്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടിയെയും ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ജോസ് കെ മാണിയെയും ഈ വിധികൾ, ജനവിധികൾ ഉലച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അപ്പാരൻ്റ്ലി കൃത്യമായൊരു വിശദീകരണം പറയാതെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണം ചൂണ്ടിക്കാണിക്കാതെ എങ്ങനെ ഇടതുമുന്നണിയെ വിട പറയാൻ പറ്റും, എങ്ങനെ ഗുഡ് ബൈ പറയാൻ പറ്റും? അതൊരു വലിയ പ്രശ്നമാണ്. മാത്രമല്ല ഇടതുമുന്നണിയാകട്ടെ അവരെ വേണ്ടതിലധികം പരിലാളിക്കുന്നുമുണ്ട്. ലാളന കൂടിപ്പോകുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയം. അവർ ചോദിക്കുന്നിടത്തോളം സീറ്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്തു. അതിനുശേഷം ഇക്കുറി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അവരാവശ്യപ്പെട്ടതിലേറെ കൊടുത്തു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ തയ്യാറാണെന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ സാക്ഷ്യപത്രമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം. 5 വർഷം മുമ്പ് തോമസ് ഐസക്ക് അവസാനത്തെ ബജറ്റിൽ ഈ പറഞ്ഞ പാലായിൽ 5 കോടി രൂപ കൈമാണി സാറിൻ്റെ സ്മാരകത്തിന് അനുവദിച്ചതായിട്ട് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ വീണ്ടും ഒരു 5 വർഷം കഴിയുന്നത് വരെ ഒരനക്കമില്ലാതിരുന്ന സംഗതി ഇപ്പോൾ ഈ വിഷയമൊക്കെ ഉരുണ്ടുകൂടിയപ്പോൾ, അതായത് LDFൻ്റെ ആകാശത്തിൽ ഈ പറഞ്ഞ കാർമേഘങ്ങൾ, ജോസ് കെ മാണിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചില കാർമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടുന്നു. അത് ഒരുപക്ഷെ അലച്ചു കൊട്ടി പെയ്തേക്കാം എന്നൊരവസ്ഥയിലേക്ക് പോയ ഘട്ടത്തിലാണ് ഒരു പ്രീണനമെന്ന നിലയിൽ, വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ബ്രൈബിംഗ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിലാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അതായത് തുച്ഛമായ പാട്ടത്തിന് 25 സെൻറ്റ് സ്ഥലം തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലത്ത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കവടയാറിൽ ആണ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ ബോധോദയം ഉണ്ടായിരുന്നില്ലേ? മാണി സാറിന് 5 വർഷം മുമ്പ് കൊടുത്ത വാഗ്ദാനം സ്മാരകത്തിൻ്റെ കാര്യത്തിൽ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് കഷ്ടിച്ച് 100 ദിവസം മാത്രം ഭരണം അവശേഷിക്കെ ഈ സ്മാരകത്തിനായിട്ട് ഭൂമി പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ബോധോദയം ഉണ്ടാകുന്നത്? അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ചില കാരണങ്ങളുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും മാധ്യമരംഗമായിട്ട് പരിചയമുള്ള എല്ലാവർക്കും അറിയാം, ഒരേ സ്വരത്തിൽ ഏതാണ്ട് ഒരേ രീതിയിൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും എല്ലാം ഈ ജോസ് കെ മാണിയുടെ പാർട്ടി UDFിലേക്ക് പോകാനുള്ള ആലോചനകൾ നടക്കുന്നു. പലതലത്തിൽ ചർച്ചകൾ നടക്കുന്നു. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടന്നിട്ടുണ്ട്, വിളികൾ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സോണിയാഗാന്ധി വിളിച്ചു എന്ന് പറയുന്നു, UDFിലെ പല കക്ഷികളും. ഇത് ജോസ് കെ മാണി പറഞ്ഞല്ലോ, എന്നെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരു എന്താ പറയുക, എവിടെ ഭരണമുണ്ടോ അവിടെ ഞങ്ങളുള്ളിടത്തേ ഭരണമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലാണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഞങ്ങൾക്ക് അനുകൂലമാണ്. കാരണം ഞങ്ങൾ അത്രമേൽ പ്രാധാന്യമുള്ളൊരു കക്ഷിയാണ്, അത്രമേൽ അനിവാര്യമായ ഒരു കക്ഷിയാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോഴും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ വിളി കേൾക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പരോക്ഷമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വിളികൾ അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്, വിളികളെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് എന്ന് വരികൾക്കിടയിൽ വേണമെങ്കിൽ വായിച്ചെടുക്കാം. ശരി, തീർച്ചയല്ലേ?
അപ്പോൾ ഈ പറയുന്ന നിഷ്കളങ്കതയൊന്നും അല്ല, ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം ഇന്നലെയൊക്കെ വാസവനൊക്കെ മന്ത്രി വി എൻ വാസവനൊക്കെ നടത്തിയ നയതന്ത്രം ഉണ്ടല്ലോ. അദ്ദേഹമാണല്ലോ ഇപ്പോൾ കോട്ടയം മേഖലയിൽ പിണറായി വിജയൻ്റെ കിസിഞ്ചറായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹമൊക്കെ ഇന്നലെ കാര്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജീവ് മിനിസ്റ്റർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശ്രീ പിണറായി മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പാണ് അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ജോസ് കെ മാണിക്ക് ഇപ്പോൾ ഒരു വീണ്ടും വിചാരം പെട്ടെന്നുണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ അതിലൊരു അംഗമായ പ്രമോദ് നാരായണനും ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞു നടത്തിയ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അല്ലെങ്കിൽ ആ പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആ നീക്കങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇടർച്ചയുണ്ടാക്കി. ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഏകപക്ഷീയമായിട്ട് എടുത്താൽ ഒരുപക്ഷെ പാർട്ടി പിളർന്നേക്കും, ഒരിലയായി മാറുമോ അതോ രണ്ടായി മാറുമോ എന്നൊക്കെയുള്ള ആശങ്ക അദ്ദേഹത്തെ വന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ ആശയക്കുഴപ്പം ഒന്ന് തീർക്കുക. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 5 MLA-മാരും ഒറ്റക്കെട്ടായിട്ടായിരിക്കും തീരുമാനിക്കുക. ഒറ്റക്കെട്ടായിട്ട് ഇടതുമുന്നണിയിൽ നിൽക്കുമെന്നോ UDF-ൽ നിൽക്കുമെന്നോ തീർത്ത് പറയാതെ അദ്ദേഹം ഒറ്റക്കെട്ടായി ഒരുമിച്ചായിരിക്കും തീരുമാനമെടുക്കുക. സമയമുണ്ടല്ലോ, ഇനിയും ചിത്രം വ്യക്തമാകാൻ ഇനിയും സമയമുണ്ട്. മീനച്ചലാറ്റിൽ കൂടെ കുറെ കൂടി വെള്ളം ഒഴുകി പോകാനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് വളരെ കൃത്യമാണ്. പാർട്ടിക്കകത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ചർച്ചകളുണ്ടായി, ചർച്ചകളിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടായി. അത് സ്വാഭാവികമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭിന്നാഭിപ്രായത്തിന് മുന്നണി വിടണമെന്ന അഭിപ്രായത്തിലാണോ കൂടുതൽ പേർ ഊന്നിയത്, അതോ മുന്നണിയിൽ തുടരണമെന്ന അഭിപ്രായത്തിലാണോ കൂടുതൽ പേർ ഊന്നിയത് എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും വ്യക്തതയില്ല. ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസ് കെ മാണി എവിടെ നിന്നാൽ ജയിക്കും എന്നുള്ളതാണ്. LDF-ൽ നിന്നുകൊണ്ട് എവിടെ നിൽക്കും എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.